നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ കോവിഡ് കേസുകൾ കുത്തനെ വർദ്ധിക്കുന്നതിൽ ഒമാനിൽ കഴിയുന്ന മലയാളികളടക്കമുള്ള പ്രവാസികളിൽ ആശങ്ക ഉയരുകയാണ്. ഇതിനോടകം തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. എന്നാൽ വിമാനയാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമോ എന്ന ആശങ്കയാണ് പ്രവാസികളിൽ ഇപ്പോൾ ഉടലെടുക്കുന്നത്. കോവിഡ് കേസുകൾ കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകളടക്കം നിർത്തിവെക്കുമോ എന്ന ആശങ്കയാണ് പലർക്കുമുള്ളത്. നേരത്തെ കോവിഡ് നിരക്ക് വർദ്ധിച്ച 10 രാജ്യങ്ങളിലെ യാത്രക്കാർക്ക് ഫെബ്രുവരി 25 മുതൽ ഒമാൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. സുഡാൻ, ബ്രസീൽ, താൻസാനിയ, ലബനാൻ തുടങ്ങിയ രാജ്യങ്ങൾ പട്ടികയിലുണ്ട്. ഇന്ത്യയിൽ പോസിറ്റീവ് നിരക്ക് കൂടുകയാണെങ്കിൽ തന്നെ വിമാന സർവീസുകൾ നിലയ്ക്കുമെന്ന ആശങ്കയാണ് പലരിലും ഉള്ളത്. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നത് വളരെ അത്യാവശ്യത്തിന് മാത്രമായിരിക്കണമെന്ന് പൗരന്മാർക്ക് ഒമാൻ എംബസി കഴിഞ്ഞ ദിവസം നിർദ്ദേശവും നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ചിൽ കൊറോണ പ്രതിസന്ധി മൂലം മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിടുകയും ചെയ്തിരുന്നു. എന്നാൽ വിമാനത്താവളം അടയ്ക്കില്ലെന്ന് ഒമാൻ അധികൃതർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് വിലക്കേർപ്പെടുത്തുമോ എന്ന പേടിയും പലരിലുമുണ്ട്. കഴിഞ്ഞ വർഷം വിമാനത്താവളം അടച്ചിട്ടത് നിരവധി പേർക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കിയിരുന്നു. ഒമാൻ അധികൃതർ കൈക്കൊള്ളുന്ന കർശന നിർദ്ദേശങ്ങളുടെ ഭാഗമായി വിമാനത്താവളം അടയ്ക്കുകയാണെങ്കിൽ തന്നെ വർഷത്തിലധികമായി നാട്ടിൽ പോകാൻ കഴിയാത്തവരുടെ യാത്രയും മുടങ്ങുകയും ചെയ്യും. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം നാട്ടിൽ പോകാൻ കഴിയാത്ത നിരവധി പ്രവാസികൾ റമദാൻ അവസാനത്തോടെ വീട്ടിലേക്ക് പെരുന്നാൾ ആഘോഷിക്കണമെന്ന് കരുതി കാത്തിരിക്കുന്നവരാണ്. കഴിഞ്ഞ വർഷം കോവിഡ് കാലത്ത് ഒമാനിലുണ്ടായിരുന്ന പലരും ഒമാൻ സർവീസുകൾ ആരംഭിച്ചതോടെ നാടണയുകയും ചെയ്തിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രയാസമടക്കം കാരണമായി നിരവധി പേർ യാത്ര നീട്ടിവെക്കുകയായിരുന്നു. ഇതിനിടെ നാട്ടിലെ കോവിഡ് നിയന്ത്രണങ്ങളും പ്രവാസികളോടുള്ള പ്രത്യേക സമീപനവുമൊക്കെ യാത്ര നീളാൻ കാരണമായി. പ്രവാസികളോടുള്ള അവഗണന തീർത്തും നാം കണ്ടതുമാണ്. പിന്നീട് കാര്യങ്ങൾ നേരെയാവാൻ കാത്തിരുന്നതോടെ കേരള സെക്ടറിലേക്കുള്ള വിമാന ടിക്കറ്റുകൾ ഉയർന്നത് പലരുടെയും യാത്ര മുടക്കുകയും ചെയ്തു. കഴിഞ്ഞ ഡിസംബറിൽ കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് വൺ വേക്ക് 150 റിയാൽ വരെ എത്തുകയായിരുന്നു. ഈ വർഷം ആദ്യത്തോടെ കാര്യങ്ങൾ മെച്ചപ്പെട്ടു വരികയും യാത്രയ്ക്ക് തയ്യാറെടുക്കുകയും ചെയ്യുന്നതിനിടയിലാണ് കോവിഡിന്റെ രണ്ടാം വരവ് ഉണ്ടായത്. പിന്നീട് ഒമാനിലേക്ക് വരുന്നവർക്കുള്ള നിയന്ത്രണങ്ങൾ ഒമാൻ സർക്കാർ കടുപ്പിക്കുകയും PCR ടെസ്റ്റ് അടക്കം നിർബന്ധമാക്കുകയും ചെയ്തു. ഇനി വിമാന സർവീസുകൾ കൂടി നിലയ്ക്കുമെന്ന ഭീതിയിലാണ് പലരും. അതിനിടെ ശനിയാഴ്ച പുറത്തുവന്ന ഇന്ത്യയിലെ ഒമാൻ എംബസിയുടെ നിർദ്ദേശവും ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. നിലവിൽ നീണ്ടകാലമായി കുടുംബത്തെയും അടുത്ത ബന്ധുക്കളെയും കാണാത്തതിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന നിരവധി പ്രവാസികൾ ഒമാനിലുണ്ട്. വിമാന സർവീസുകൾ നിലയ്ക്കുകയാണെങ്കിൽ തന്നെ ഇത്തരക്കാർക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കും. അതിനാൽ ഇന്ത്യയിൽ കോവിഡ് രോഗവ്യാപനം കുറയണമെന്ന് ആശിക്കുകയാണ് പ്രവാസി മലയാളികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.